എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ്. പെസഹ അപ്പത്തിന് ഇൻറി അപ്പം, പുളിപ്പില്ലാത്തപ്പം, കുരിശപ്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പെസഹ വ്യാഴാഴ്ചയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. വീഞ്ഞിന് പകരം ശർക്കര ഉപയോഗിച്ചിട്ടുള്ള പാലിൽ മുക്കിയാണ് ഇത് കഴിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വറുത്ത അരിപ്പൊടി 1 കപ്പ്, 3 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്ന് 1/4 കപ്പ്, ചിരകിയ തേങ്ങ 3/4 കപ്പ്, 7 ഉള്ളി, 5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, എണ്ണ എന്നിവയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഉഴുന്ന് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി ജാറിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് ഇവിടെ ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം അതിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിവിടെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി, നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിവിടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അളന്ന് വെച്ച 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സി കഴുകി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കണം. ഇനി കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഉഴുന്നരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്താലും മതി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പം തന്നെ നോക്കിയിട്ട് എന്തൊക്കെയുണ്ട്, കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടാണ് വേണ്ടത്. അപ്പം ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പുളിക്കാനൊന്നും പാടില്ല. അപ്പം നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ അരി ഉഴുന്നും ഒരുമിച്ച് കുതിർത്തിട്ട് അത് അങ്ങനെ അരയ്ക്കുകയാണ് ചെയ്യാറ്. ഇപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം കൂടാനുള്ള സാധ്യതകളൊന്നുമില്ല. അരി അരയ്ക്കുമ്പോൾ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരപ്പം മതിയാവാതെ വരും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. അല്ലെങ്കിൽ ഒരു അടയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് കുഴച്ചിട്ട് നമ്മൾ ഒരു വാഴയിലയിൽ അട പരത്തണ പോലെ പരത്തിയിട്ട് വാഴയിലയും കൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് അപ്പച്ചമ്പല് വെച്ച് പുഴുങ്ങാവുന്നതാണ്. ഇപ്പം ഇതിന്ന് ബുധനാഴ്ചയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ കുരിശ് വെക്കുന്നില്ല. നിങ്ങൾ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ കുരുത്തോലയും കൊണ്ട് ഒരു കുരിശ് നടുവിൽ വെക്കണം.
അപ്പം ഇതിവിടെ ലെവലായിട്ടുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് ഒരു അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. ഒരു 15-20 മിനിറ്റ് എടുക്കും വേകാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുക, വെന്തോന്ന് നോക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1-ാം പാല് 1/2 ഗ്ലാസ്, 2-ാം പാല് 1 ഗ്ലാസ്, 3/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 100 ഗ്രാം ശർക്കര, ശർക്കര ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, ഏലക്ക പൊടിച്ചത്. ഇനി നമുക്കൊരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് ഉരുകി വരണം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം അലിഞ്ഞ് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഈ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കണം. അത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. കരടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് 100 ഗ്രാം 200 ഗ്രാം എന്നൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ഇട്ട് ഉരുക്കി എടുത്തിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ബാക്കി വരുന്ന ശർക്കര ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ സമയത്ത് മധുരം മതിയോന്ന് നമ്മളൊന്ന് നോക്കുകയും വേണം. ഇപ്പം ഇതിവിടെ മധുരം മതി, ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇത് കുറുകാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്, പാലിനൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അതും നിങ്ങൾക്ക് ഈ 3/4 ടേബിൾ സ്പൂൺ കറക്റ്റ് ഇതുപോലെ എടുക്കണം എന്നില്ല. കുറച്ചും കൂടെ കുറുക്കം വേണ്ടവർക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലിൽ തന്നെ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഞാൻ ബുധനാഴ്ച ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിതിൽ കുരുത്തോലയൊന്നും ഇടുന്നില്ല. നിങ്ങളിപ്പോൾ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ ഇതിലൊരു കുരിശാകൃതിയിൽ കുരുത്തോല ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം, ഏലക്കാപ്പൊടി ഇടണം. ഇപ്പോൾ ഉപ്പ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏലക്കാപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ചിലർ ഇതിൽ ജീരകം പൊടിച്ചിടാറുണ്ട്, ചുക്കിടാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് മുന്നേ ചിലർ ആണെങ്കിൽ ചെറുപഴം ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം എനിക്കത് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്ന് തന്നെ 1-ാം പാല് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതെടുക്കാം. അങ്ങനെ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.